ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന് 1-ാം വാക്യം വായിക്കാം സിസ്റ്റർ. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. മതി. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. 4-ാം അധ്യായത്തിന്റെ 17 തുടങ്ങി 19 വാക്യം വായിച്ചോ. എങ്ങനെയാണെന്നുള്ളേ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കേണ്ടത്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നതെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം, ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിന്റെ ജീവനിൽ നിന്നകന്ന് മനം തടിപ്പിച്ചു പോയവർ ആകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ജാതികളെ കുറിച്ച് പറയാണ്. നമ്മൾ പ്രിയ മക്കളായിരിക്കുന്ന പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പെന്ന് വെച്ചാൽ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ അതുപോലെ ആയിത്തീരണം നമ്മൾ. ഹല്ലേലൂയ. അപ്പം നമ്മള് പൗലോസ് പറയുന്നത്, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. ഹല്ലേലൂയ. കാരണം ഞാൻ എന്താ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ ചെയ്യണം, അല്ലെ അതുപോലെ നിങ്ങൾ ആയിത്തീരണം. അല്ലെ കർത്താവ് യേശുക്രിസ്തുവിനെ പോലെ ആയിത്തീരണം നമ്മുടെ വിളിച്ചിരിക്കുന്നത്. ഇവിടെ ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അപ്പം ജാതികൾ എങ്ങനെ നടക്കുന്ന വെച്ചാൽ വ്യർത്ഥ ബുദ്ധിയാലാണ് അവർ നടക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ നമ്മൾ നടക്കില്ല. അങ്ങനെ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തിന്റെ ഹിതപ്രകാരം നടക്കാൻ പറ്റത്തില്ല. ദൈവത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകും. ദൈവത്തിന് ഇഷ്ടത്തിൽ നിന്ന് അകന്നു പോകും, നിത്യജീവനിൽ നിന്ന് അകന്നു പോകും. ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും നമ്മൾ ജാതികൾ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നമ്മൾ നടന്നാൽ. അല്ലെ അപ്പൊ നല്ലതും ചീത്ത, നമ്മളെപ്പോഴും പറയാം നല്ലതും ചീത്തയും തിരിച്ചറിയും. പക്ഷെ നമ്മൾ വിശുദ്ധ ദൈവത്തിന്റെ മക്കളായി പറഞ്ഞാൽ നല്ലതും ചീത്തയും തിരിച്ചറിയുന്നല്ല, വിശുദ്ധവും അശുദ്ധവും തമ്മിൽ തിരിച്ചറിയണം. ഹല്ലേലൂയ. നമ്മളെപ്പോഴും പറയത്തില്ലേ നല്ലതും ചീത്തയും തിരിച്ചറിയും, നന്മ തിന്മകളെ തിരിച്ചറിയുന്നൊക്കെ പറയും. പക്ഷേ നമ്മള് ദൈവം വിളിച്ചിരിക്കുന്നത് നല്ലത് ചീത്ത തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല. വിശുദ്ധമായത് തിരിച്ചറിയണം. അശുദ്ധമായതൊന്നും നീ തുടരുത്. ഹല്ലേലൂയ. നീ വേർപെട്ട ജനമാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയണം നമ്മുടെ ജീവിതത്തില് അശുദ്ധി കൊണ്ടുവരുന്നത് എന്തൊക്കെയാണെന്ന്. അല്ല, വിശുദ്ധനായി ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിയണം. വിശുദ്ധ അശുദ്ധം തമ്മിൽ തിരിച്ചപ്പോ നല്ല വാസ്തവത്തെയും നടക്കരുത്. അവർ അന്ധബുദ്ധികള് അജ്ഞാന നിമിത്തം, ഹൃദയകാഠി നിമിത്തം ദൈവത്തിന്റെ ജീവനിൽ അകന്നു മനം തഴമ്പിച്ചു പോയി. അപ്പൊ നമ്മൾ ജാതികളെ പോലെ നടന്നാൽ എന്താ സംഭവിച്ചത്? നമുക്ക് ജീവനിൽ നടന്നു അകന്നു പോകും. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു നമ്മളിലേക്ക് വന്നത് ജീവൻ നൽകാനും സമൃദ്ധിയായ ജീവൻ നൽകാൻ. ആ ജീവൻ നമ്മളിലേക്ക് വന്നപ്പോഴാണ് നമ്മൾ വെളിച്ചത്തിലേക്ക് നടക്കാൻ തുടങ്ങിയത്. ഹല്ലേലൂയ. നമ്മളെ അതുകൊണ്ടാണ് വെളിച്ചത്തിന്റെ മക്കൾ എന്ന് പറയുന്നത്. അപ്പൊ ജാതികളെ പോലെ ആ വ്യർത്ഥബുദ്ധികളെ നടക്കണ നമ്മൾ എന്താ പറയാ, ആ ജീവൻ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. കർത്താവ് നമുക്ക് തന്ന ജീവൻ പോയിട്ട്, അല്ലെ വെളിച്ചം പോയിട്ട് വീണ്ടും നമ്മൾ ഇരുളിൽ നടക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറയുന്നത് നമ്മൾ ജാതികളെ പോലെ നടക്കരുത്. അവർ അന്ധബുദ്ധികളായി, അവരുടെ ബുദ്ധിയിൽ എന്താ പറ്റിയിരിക്കുന്നത്? ഇരുട്ടാണ്, അന്ധതയാണ്. അവരിലേക്ക് വെളിച്ചം വന്നിട്ടില്ല. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം. അങ്ങനെ അന്ധബുദ്ധി ആയിരിക്കും, അവർക്ക് ജ്ഞാനമല്ല ഉള്ളത്, അജ്ഞാനമാണുള്ളത്. ഹല്ലേലൂയ. ദൈവത്തെ ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൽ നിന്ന്. അപ്പൊ അവരുടെ ഹൃദയത്തെ കഠിനമാക്കി വെക്കുന്നത് അവരുടെ അജ്ഞാനമാണ്. അത് ബുദ്ധിയിൽ വെളിച്ചം പ്രകാശിക്കാത്തോണ്ടാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവ് വചനത്തിൽ ജീവനുണ്ട്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമാകുന്നു. ഈ വെളിച്ചം വന്നാൽ മാത്രമേ ഇരുട്ടിന് മാറിപ്പോവാൻ കഴിയുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും കോശങ്ങൾ എല്ലാത്തിനും നല്ല ഉത്സാഹം, എല്ലാത്തിനും നല്ല സഹകരണം. പക്ഷേ എന്താ അവിടെ സംഭവിക്കാത്തതെന്ന് വെച്ചാൽ ആ വചനത്തിന്റെ ജീവൻ അങ്ങോട്ട് കേറുന്നില്ല. ആ ജീവൻ വന്നാൽ മാത്രമേ അവിടെ പ്രകാശം വ്യാപരിക്കത്തുള്ളൂ, വെളിച്ചം വരുത്തുള്ളൂ. ഈ വെളിച്ചം വന്നാൽ ഇപ്പോൾ ഇരിക്കുന്ന ഇരുട്ട്, അല്ലെ അന്ധത, അല്ലെ ഈ പറയുന്ന അജ്ഞാനം മാറി ജ്ഞാനിയായി മാറത്തുള്ളൂ. എന്നാൽ മാത്രമേ ഒരുവന് ജ്ഞാനിയാകാതെ എന്താ പറയാ, ദൈവത്തെ ധരിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അവരെ പോലെ നടക്കരുത്. അപ്പൊ നമ്മളെപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസം നമ്മൾ അറിയോ, ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല സിസ്റ്ററെ, ഞാൻ തിന്മയൊന്നും ചെയ്യുന്നില്ല എന്ന് പറയും. പക്ഷേ നമ്മൾ തിന്മ ചെയ്യുന്നില്ല എന്ന് മാത്രം പറഞ്ഞത് കാര്യമില്ല. നമ്മൾ അശുദ്ധരായാതിരിക്കാൻ എന്ത് ചെയ്യണം? പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഒരുവൻ ആശീർവദക്കാരനായി കഴിഞ്ഞാൽ അവൻ
ചത്തതിനെ ഒന്നും തുടരുത്, അല്ലേ? ശവത്തെ തുടരുത്, അല്ലെ? ചത്തതൊന്നും തൊടാൻ പാടില്ല. ഒരു നാസിർ വ്രതക്കാരന് ആദ്യം തെറ്റിപ്പോയി എവിടെയാന്നറിയാം? നമ്മുടെ ശിംശോൻ ചത്തതിനെ തുടരുന്നു മാത്രമല്ല, അതിനുള്ളിൽ വന്നിരുന്ന തേൻ കൂടെ എടുത്ത് കഴിച്ചു. ഹാലയിലെ സിംഹത്തെ കീറിക്കളഞ്ഞിട്ട് അത് തിരിച്ചു വന്നപ്പോ അതിനകത്ത് തേനീച്ച കൂട് വെച്ച് തേൻ ഹാലായിരിക്കുന്ന കണ്ടപ്പോ അതെടുത്ത് കഴിച്ചു. ഹാലലൂയ. അപ്പൊ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന അത് എന്താ അവിടെ പറയുന്ന? മനം ആകയാൽ അത്യാഗ്രഹത്തോടെ. അപ്പൊ അവരുടെ ദൈവത്തിന്റെ ജീവനിൽ അകന്നു മനം തഴമ്പിച്ചു പോർ ആകൽ അത്യാഗ്രഹത്തോലെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ജീവനില്ലെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കുന്ന വെച്ചാ, ആ ജീവനിൽ അകന്നു പോയി കഴിഞ്ഞാൽ മനം തഴമ്പിച്ചു പോയി. മനം തഴമ്പിക്കുമ്പോ മനസ്സ് കഠിനമായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ പറയുമ്പോണ്ട് മഴ പെയ്യുമ്പോ ഇറങ്ങി പറയും, ആദ്യം അങ്ങോട്ട് ഇറങ്ങാൻ വെച്ച് കുളിരേ ഉള്ളൂ, പക്ഷെ നനഞ്ഞു കഴിയാൻ പിന്നെ ഒരു കുഴപ്പമില്ല, പിന്നെ അതിനകത്ത് കയറാൻ മടിയായിരിക്കും. ഹാലയില്ല. അതുപോലെ ഇവിടെ മനം തഴമ്പിച്ചു പോയാൽ ആകിൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അത്യാഗ്രഹം ഇവര് വന്നു കഴിഞ്ഞാൽ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. ഇത് ആരോടാ പറഞ്ഞെന്നറിയോ? എഫേസ്യ സഭയോടാ പറഞ്ഞേക്കുന്നത്. ഇത് ജാതികളോട് പറഞ്ഞ ഭാഗമല്ല. ഇത് സഭയില് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സഭയ്ക്കുള്ളിലായിരിക്കുന്ന ദൈവമക്കൾക്ക് എഴുതിയ ലേഖനമാണിത്. ഇവിടെ പറഞ്ഞേക്കുന്ന ജാതികൾ നടക്കുന്നതിനെ കുറിച്ചല്ല, ജാതികളെ പോലെ നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? സഭയ്ക്കുള്ളിൽ തന്നെ ജാതികളെ പോലെ ഇതുപോലെ നടക്കുന്നവരുണ്ട്. അത്യാഗ്രഹം മൂത്തിട്ട് സകല അനീതിയും പ്രവർത്തിച്ച് ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തേക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് സഭയിലേക്കൊക്കെ ഈ കത്ത് വന്നത്. കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസം ആരോ ഒരാള് ബൈബിളിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആരാ എനിക്കൊന്ന് വിജയപാസ് പ്രസംഗിച്ചോട് പറഞ്ഞിരുന്നു അല്ലേ? ബൈബിള് പാപം ചെയ്തവരെ കുറിച്ചും തെറ്റിപ്പോയവരെ കുറിച്ചും അത് പണ്ടങ്ങി വന്നവരെ കുറിച്ച് എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. പാപം ചെയ്തെങ്കിൽ നീ പാപം ചെയ്തു എന്ന് തന്നെ, ഇന്നാൾ ഇന്നതുപോലെ പാപം ചെയ്തെന്ന് ഓപ്പണായി എഴുതിയിരിക്കുന്ന പുസ്തകമാണ് ഹല്ലേലൂയ ബൈബിൾ. അതുപോലെ ഇതിപ്പം ഇവിടെ ജാതികൾക്ക് വേണ്ടിയിട്ട് എഴുതിയ ലേഖനമല്ല ഇത് വിശുദ്ധർക്ക് വേണ്ടി എഴുതിയേക്കുന്നതാണ്. അപ്പൊ വിശുദ്ധരായവർ അശുദ്ധരായി നടക്കുന്ന കണ്ടപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിന് തീ പിടിച്ചു. പൗലോസ് അപ്പോസ്തലൻ അങ്ങനെ നടക്കരുത്, വ്യർത്ഥ ബുദ്ധികളെ പോലെ നടക്കരുത്, അന്ധതയുള്ളവരെ പോലെ നടക്കരുത്, നിങ്ങൾ ജാതികളെ പോലെ നടക്കരുത് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവിടെ നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 20-21 വായിക്കും സിസ്റ്റർ. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചു എങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ പറയുന്നത് ഹല്ലേലൂയ, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെ കുറിച്ച് കേട്ട് അവനുള്ള ഉപദേശം ലഭിച്ചെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ ഉപേക്ഷിച്ചു നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപം സൃഷ്ടിക്കട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളും. അപ്പൊ നമ്മുടെ പഴയ മനുഷ്യനെ മറ്റടുത്ത് പറയുന്ന അവന്റെ രാഗമോഹങ്ങളോടെ നമ്മൾ ഉരിഞ്ഞു കളയണം. പഴയ മനുഷ്യൻ എന്തൊക്കെയുണ്ടോ അതെല്ലാം നമ്മൾ ഉരിഞ്ഞു കളഞ്ഞിട്ട് പുതു മനുഷ്യനെ ധരിക്കണം. അപ്പൊ നമ്മളുടെ എല്ലാം പ്രശ്നം വെച്ചാൽ പുതു മനുഷ്യനെ ധരിച്ച്, പക്ഷേല് പുതു മനുഷ്യനെ ധരിച്ചെങ്കിലും പഴയ മനുഷ്യൻ ഇപ്പോഴും ജീവിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അത് നമ്മൾ എന്താ മുമ്പിലത്തെ നടപ്പ് ചതിമോഹങ്ങളാൽ പക്ഷെ അപ്പൊ നമ്മുടെ മുമ്പിലത്തെ നടപ്പ് എന്താന്ന് വെച്ചാൽ ചതിമോഹങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, പല മോഹങ്ങളും നമ്മളിലേക്ക് വരുമ്പോൾ അത് ചതിക്കുന്നതാണ് തിരിച്ചറിയാൻ നമുക്ക് അറിയത്തില്ലായിരുന്നു. ഹല്ലേലൂയ. ഇത് ചതിക്കുന്ന മോഹങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയത്തില്ലെന്ന്. അപ്പൊ ചതി മോഹങ്ങൾ നമ്മൾ വഷളായി പോകുമായിരുന്നു. നമ്മൾ പലപ്പോഴും ചെന്ന്, ഞാൻ പണ്ട് പറയായിരുന്നു ആർക്കെങ്കിലും ഒക്കെ കുഴിച്ചുവിട്ട കുഴിയിൽ പോലെ നമ്മൾ പോയി വീഴുമായിരുന്നു എന്ന് പറയുന്ന കണക്ക്
പല കുഴികളും പിശാച് ഒരുക്കിയൊക്കെ നമ്മൾ ചെന്ന് ചാടി കൊടുക്കാൻ. പക്ഷേ ദൈവകൃപയാൽ ഇപ്പൊ ഏതെങ്കിലും കുഴി ഉണ്ടെങ്കിൽ ദൈവം ഹാലയില്ല അതിനടുത്ത് വരെ ചെന്നാൽ പോലും അതിനകത്ത് ഇറങ്ങാൻ സമ്മതിക്കാതെ മാറ്റി കൊണ്ടുപോയിക്കളും. കാരണം പരിശുദ്ധാത്മ നടത്തുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. മറ്റേത് ഏത് വഴിയൊക്കെ പോകുന്നതെല്ലാം പിടിച്ചു വെക്കും എന്ന് പറയുന്നതാണ്, ചെന്ന് ചാടി കൊടുക്കുമായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇതിവിടെ പറയുന്ന ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന നമ്മളിലേക്ക് വരുന്ന ചില കാര്യങ്ങൾ, ചില മോഹങ്ങൾ. ഹല്ലേലൂയ. അതുകൊണ്ട് പറയും മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന. ചില മോഹങ്ങളാണ് നമ്മളെ ചതിക്കുന്നത്. അപ്പൊ ഇത് ചതിക്കുന്ന കുഞ്ഞുങ്ങളിൽ നിന്ന് പലരും ഇതിലേക്ക് വീണു. ഇന്നലെ എന്റെ മോള് പറയുന്നുണ്ടായിരുന്നു, അല്ലല്ലേ ഇപ്പൊ ജിമ്മുകാരും ഈ സ്പോർട്സ് ട്രെയിനേഴ്സും എല്ലാം ഇപ്പൊ മദ്യം മയക്കുമരുന്നിന്റെയും കാര്യങ്ങളിലേക്ക് വന്നപ്പോ ഇതിന്റെ ഈ ഒത്തിരി വാർത്തകൾ, ഒത്തിരി പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നപ്പോ അവരതിനെ എടുത്ത് അഡ്വർടൈസ്മെന്റ് ആക്കി മാറ്റിയേക്കുന്ന. അവൾ പറഞ്ഞത് അവര് മാതാപിതാക്കന്മാർ പറയുന്ന കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ വെറുതെ ഇരുത്തുമ്പോൾ അവർ മൊബൈൽ ഉപയോഗിക്കുകയും ഇന്റർനെറ്റുകളിൽ കയറി സെർച്ച് ചെയ്യും. അവർ പലവിധ കാര്യങ്ങൾക്ക് മദ്യത്തിനും മയക്കുമരുന്നും കഞ്ചാവ് വലിക്കാനും ഒക്കെ ആയിട്ട് ഇടയാകുന്ന കാര്യം അവരുടെ സമയത്തെ ഫ്രീ ആക്കി വെക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആ സമയം നിങ്ങൾ അവരെ പറഞ്ഞ് ജിമ്മിൽ വിട്ട് കഴിഞ്ഞാൽ, സ്പോർട്സ് ട്രെയിനിങ്ങിന് ഇട്ട് കഴിഞ്ഞാൽ അവർ അതിലേക്ക് ട്രെയിനിങ് ആകും തോറും അവർ അവരുടെ ബോഡി എങ്ങനെ ബിൽഡ് ചെയ്യുക. അപ്പൊ ബോഡി കുറച്ച് ദിവസം പോകുമ്പോൾ ആ ബിൽഡ് ചെയ്യുന്ന കാണാൻ മസിൽസ് ഒക്കെ വരുന്നതാണ്. അവർ ശരീരത്തെ സ്നേഹിക്കാൻ തുടങ്ങും. അവർ ശരീരത്തെ സ്നേഹിക്കുന്ന അവർക്ക് അധിക സമയം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങും. അപ്പം ആ ശരീരത്തെ സ്നേഹിക്കുന്നവരാരും ശരീരത്തെ നശിപ്പിക്കുന്ന മയക്കുമരുന്നിനും കാര്യങ്ങൾക്കും അടിമകൾ ആയി പോകത്തില്ല. എന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് അങ്ങനെ ചെയ്ത് നല്ല. അപ്പൊ ഞാൻ പറഞ്ഞു വെരി ഗുഡ്, അത് നല്ല കാര്യം. ഞാൻ പറഞ്ഞു അതൊരു സത്യമായ കാര്യമാണ്. കുഞ്ഞുങ്ങളിൽ എപ്പോഴും ഐഡിയലാകുമ്പോഴാണ് ചെകുത്താൻ അവരുടെ ഉള്ളിൽ കയറുന്നത്. പല കുഞ്ഞുങ്ങളും അമ്മയും മാതാപിതാക്കന്മാരൊക്കെ ജോലിക്ക്, പ്രത്യേകിച്ച് ജോലിക്ക്, രണ്ടുപേരും ജോലിക്ക് പോകുന്നതൊക്കെയാണ്. സ്കൂളിൽ നിന്നൊക്കെ വന്ന് നമുക്കറിയാം അവർ ഒറ്റയ്ക്കായിരിക്കും വീട്ടിൽ സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയം. അവർക്ക് ട്യൂഷനൊക്കെ കഴിഞ്ഞാൽ അവർക്ക് സമയം കാണും. പക്ഷേ അവര് എന്തെങ്കിലും പ്രവർത്തികൾ എൻഗേജ് ആക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അവരുടെ ബോഡി സ്പോർട്സിലും ജിമ്മിലൊക്കെ പോകുമ്പം അവരുടെ ബോഡിയെ ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പം ശരീരം നമുക്ക് എല്ലാവർക്കും, ജിമ്മിൽ പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം, ജിമ്മിൽ പോയിട്ടുള്ളവർക്കും അറിയാം. നമ്മൾ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വ്യത്യാസങ്ങൾ, നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ ഷേപ്പ് ആകുമ്പോൾ മസിൽസ് ഒക്കെ എല്ലാവർക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നുമ്പോൾ അത് കൂടുതൽ നന്നാക്കണമെന്ന് തോന്നും. നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആക്കി വെക്കണം, ഫാറ്റൊന്നും പാടില്ല എന്നൊക്കെ നല്ലതാക്കി വെക്കണമെന്ന് തോന്നലുള്ളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ശരീരത്തെ നശിപ്പിക്കുന്ന സാധനങ്ങൾ അവർ ഉപയോഗിക്കത്തില്ല. കാരണം ചില ഭക്ഷണം പോലും അവർ ഭക്ഷിക്കാൻ തുടങ്ങും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തെ നശിപ്പിക്കുന്ന മയക്കുമരുന്നോ കഞ്ചാവ് എന്നുള്ള സാധനങ്ങളോ പുകയോ മദ്യമോ ഒന്നും അങ്ങോട്ട് അവര് എടുക്കാൻ തയ്യാറാകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ അവസരത്തെ അവര് അഡ്വർടൈസ്മെന്റിലൂടെയെങ്കിലും മുതലാക്കുമ്പോൾ അതിനകത്തൊരു സത്യമുണ്ട്. കുഞ്ഞുങ്ങളുടെ അമ്മകാരി. അപ്പൊ ഇവിടെ പറയുന്ന നമ്മൾക്ക് വരുന്ന ചില മോഹങ്ങളാണ് നമ്മളെ ചതിക്കുന്ന മോഹങ്ങളാണെന്നറിയാതെ. ആരെങ്കിലും ഞാൻ ചോദിക്കാം, മദ്യവും മയക്കുമരുന്ന് കഴിക്കുന്നവര് ഇതുവരെ ആപത്തിൽ കൊണ്ടുപോകും, പിന്നെ കൊലപാതകിയാക്കും, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകും. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. കാരണം പല ആൾക്കാർക്കും സത്യം അറിയാമെങ്കിൽ അന്നേരം അവർക്ക് ലഭിക്കുന്ന ഒരു സുഖം, സന്തോഷം നോക്കിയിട്ട് അവർ പോകുന്നത് വെച്ചാൽ അതെല്ലാം നൈമിഷികമാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക, മരണത്തിലേക്ക് ഇത് കൊണ്ടുപോകുന്നത് എന്ന് അറിയാതെ ഇവരതിലേക്ക് പെട്ടുപോകുന്നതാണ്. നല്ല സുബോധത്തോട് ചിന്തിക്കുന്നവരാരും അത് ഉപയോഗിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം സുബോധം നഷ്ടപ്പെടുത്തി സത്യമോഹം പല പിള്ളേരും വന്ന് പലരും അടിമയാക്കുന്ന എങ്ങനെയാ വെച്ചാൽ വന്നിട്ട് നല്ലതാണ്, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇല്ലെങ്കിൽ അറിയാണ്ട് ഇത് കൊടുക്കും, ഇതിനകത്തേക്ക് അടിമയാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുപോലെ മറ്റുള്ള കുഞ്ഞുങ്ങൾ പലപ്പോഴും പല കുഞ്ഞുങ്ങളും വഴിതെറ്റി പോകുന്നത്, മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്ന. ഞാൻ എറണാകുളത്തുള്ളപ്പം എനിക്കറിയാം, ഈ നമ്മുടെ അവിടെ 1-2 കോളേജും ഉണ്ട്. മഹാരാജ, സെന്റ് തെരേസാസ് ഒക്കെ പറഞ്ഞ 2 കോളേജുണ്ട്. പ്രത്യേകിച്ച് സെന്റ് തെരേസ പെൺപിള്ളേർ മാത്രം പഠിക്കുന്ന കോളേജ്, വളരെ കാശുകാരുടെ മക്കൾ അവിടെ കൂടുതൽ വരുന്നതൊക്കെ. പക്ഷെ അതിനിടയിൽ ചില പാവപ്പെട്ട പിള്ളേരും വന്ന് പെടും അവിടെ പഠിക്കാനായിട്ട്. പക്ഷെ അപ്പൊ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ കാശുകാരുടെ മക്കൾ നടക്കുന്ന അവരിടുന്ന ഡ്രസ്സും അവർ നടക്കുന്ന നടപ്പും ഒക്കെ കാണുമ്പോൾ ഈ പിള്ളേരുടെ ഉള്ളിലും ചില മോഹങ്ങൾ വരികയാണ്. ഇതുപോലെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ അവസരത്തെ മുതലാക്കി പിള്ളേരെ തെറ്റിച്ച് കളയാൻ വേണ്ടി ചില ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ പ്രലോഭിപ്പിച്ച് കൊണ്ടുപോയി. അപ്പൊ ഇവർ കൂടെ പോകുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വിലയേറിയ വസ്ത്രം ധരിച്ച് ഇവരുടെ മുമ്പിൽ അവർ നടക്കുന്ന പോലെ നടക്കാൻ വേണ്ടിയിട്ടും, അപ്പൊ അവർ നടക്കുന്ന പോലെ സ്റ്റൈലാകാൻ വേണ്ടിയിട്ടും ഒക്കെ വഴിതെറ്റിപ്പോകുന്ന അനേക കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട്.
ഹല്ലേലൂയ. ആമേൻ. ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് പലരും ഹല്ലേലൂയ അങ്ങനെ ആയിരിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ. കാരണം എന്താ പറയാ, ഇവര് കാണുന്ന ഈ ചതിക്കുന്ന മോഹമാണ്. കാരണം വെച്ചാൽ മറ്റുള്ളവർ നടക്കുന്നത് പോലെ ആഡംബരമായിട്ട് ഹല്ലേലൂയ ഞങ്ങൾക്ക് നടക്കണമെന്ന ചിന്തയാണ് വഴിവിട്ട ജീവിതത്തിന് വരെ പ്രേരിപ്പിക്കുന്നത്. അത് ഒരു ചതി മോഹമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ആകുന്നത്. ഹല്ലേലൂയ. എത്രയോ ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ കുറിച്ച് പിന്നീട് കേസുകളും ആത്മഹത്യകളും ഒക്കെ വരുന്ന ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും അവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് സംസാരിക്കാനിടയായപ്പോൾ അദ്ദേഹം എന്നോട് കാണിച്ചു തന്നൊരു അലമാരി കാണിച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന എന്താണെന്ന് അറിയുമോ എന്ന് ചോദിച്ചു. ഇവിടെ വരുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഹല്ലേലൂയ മിസ്യൂസ് ചെയ്തിട്ട് ഹല്ലേലൂയ അവരുടെ പിതാക്കന്മാർക്ക് ഒക്കെ അയച്ചു കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ അവരെ കുറിച്ചുള്ള വീഡിയോസിന്റെ ഒക്കെ ഹല്ലേലൂയ കോപ്പി അത് ഇതൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് ഹല്ലേലൂയ എന്തോരം കുട്ടി, അതൊക്കെ ബാംഗ്ലൂർ മാത്രമല്ല, ഇപ്പൊ ഈ എറണാകുളത്തും നമ്മുടെ ഈ കൊച്ചിയിലും നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതുപോലെ കേസ് ഒന്നും രണ്ടുമല്ല നിരന്തരം ഡെയിലി നൂറുകണക്കിന് കേസുകളുണ്ട്. ഹല്ലേലൂയ. ഇവിടെ എന്താ പറ്റത്? ഇവിടെയൊക്കെ ചതിമോഹം. പോകുന്നത് ചതിക്കുന്ന മോഹത്തിലേക്കാണ്. അതുകൊണ്ട് ഞാൻ പറയാം എപ്പോഴും ഇപ്പൊ എറണാകുളത്ത് നമ്മൾ കാണുന്നില്ലേ, കുഞ്ഞുങ്ങൾ പോയി കഴിഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ സന്ധ്യയായി കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അതെങ്കിലും പെണ്ണാണോ ആണോ തിരിച്ചറിയാത്ത രീതിയിൽ ഹല്ലേലൂയ എല്ലാം കൂടെ നടക്കുന്നതും ഇതൊക്കെ ഈ നാട്ടിൻപുറത്ത് നിന്നൊക്കെ ഞാൻ പറയും ഹോസ്റ്റലിൽ താമസിക്കുന്ന എന്തായാലും എറണാകുളംകാരായിരിക്കത്തില്ലല്ലോ, പുറത്തുനിന്ന് പോകുന്ന കുഞ്ഞുങ്ങളായിരിക്കും. ഇതിലെ പാവപ്പെട്ടവരെ കാണും, ഇതൊക്കെ കാണും. പക്ഷേ മറ്റുള്ള കുഞ്ഞുങ്ങൾ നടക്കുന്നത് പോലെ അവരുടെ നടപ്പിനെ കണ്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെയൊക്കെ കൊണ്ടുപോകുന്ന ഇവിടെയൊക്കെന്ന് വെച്ചാൽ ചതിമോഹമാണെന്നറിയാതെ പോയി ചതിയിൽ കെണിയിൽപ്പെടുന്ന പക്ഷിയെ പോലെയാണ് അവർ ഓരോരുത്തരും. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. ഇവിടെ പറയുന്നത് മുമ്പിലത്തെ നടപ്പ് ചതിമോഹങ്ങളെ വഷളായിപ്പെടുന്ന പഴയ മനുഷ്യർ. അപ്പൊ മുമ്പിലത്തെ നടപ്പ് അങ്ങനെയാണ്. ചതി കണ്ട തിരിച്ചറിയത്തില്ല, വഞ്ചന കണ്ട തിരിച്ചറിയത്തില്ല, നമ്മൾ അതിലേക്ക് പോയി വീഴുന്ന ഒരു കാലഘട്ടമുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങൾ അങ്ങനെ നടക്കരുത്. കാരണം നിങ്ങളിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവുണ്ട്. പരിശുദ്ധാത്മ നമ്മൾ വന്നു കഴിഞ്ഞാൽ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നമുക്ക് ബോധം വരുത്തുന്ന ആത്മാവ് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കണം. കേട്ട് നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചതിമോഹത്തിൽ വീണു പോകത്തില്ല. അവിടെ നിന്ന് നടപ്പ് വർഷ പഴയ മനുഷ്യ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് എങ്ങനെയാ, നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് ആത്മാവ് നമ്മളെ പുതുക്കം പ്രാപിച്ചു സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യ ധരിച്ചു. അപ്പൊ പുതുമനുഷ്യനെ ഹല്ലേലൂയ ധരിക്കുവാൻ തക്കവണ്ണം, പുതുമനുഷ്യന്റെ നടപ്പിന് തക്കവണ്ണം നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ഉള്ളിൽ ഹല്ലേലൂയ ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ നടത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നമ്മളെ നീതിയിലും വിശുദ്ധിയിലും നടത്താൻ കഴിയുന്ന പരിശുദ്ധാത്മ നമ്മളിലുണ്ട്. നമുക്ക് ദാനിയേലിന്റെ പുസ്തകം അറിയാം, 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലും കൂട്ടരും അവിടെ എത്തിയപ്പോൾ അവർക്ക് രാജാവിന്റെ ഭോജനം ഇതൊക്കെ കൊണ്ട് അവരൊക്കെ കൊടുക്കാനായിട്ട് തയ്യാറി. അവിടെ രാജാവിന്റെ കൽപ്പനയാണ് അത് ഭക്ഷിക്കണമെന്നുള്ളത്, അല്ലേ? രാജാവിന്റെ കൽപ്പനയാണ് അത് ഇവർക്ക് കൊടുക്കണം, തെരഞ്ഞെടുക്കപ്പെട്ട ഇവർക്ക് കൊടുക്കണം, അവർ ഭക്ഷിക്കണം എന്നുള്ള. പക്ഷേ ദാനിയേലും കൂട്ടുകാരും ഒരു തീരുമാനമെടുത്ത് അതിനാൽ ഞങ്ങളെ അശുദ്ധരാക്കത്തില്ല. ഹല്ലേലൂയ. അവരത് പറയുമ്പോൾ ഹല്ലേലൂയ രാജകൽപ്പനയ്ക്കെതിരാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ചിലപ്പോൾ അവരുടെ ജീവൻ പോയേക്കാം. പക്ഷെ എന്നിട്ടും അവരത് ഭയപ്പെടാതെ ഷണ്ടനോട് ചെന്ന് എന്താ പ്രാർത്ഥിച്ച് ചെന്ന് കാര്യം അവതരിപ്പിക്കുകയാണ്. അവർക്കപ്പൊ ദൈവത്തിന് വേണ്ടിയിട്ട് നിൽക്കാൻ ഒരുവൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് കൃപ അവനോട് കൂടെ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ അവിടെ ദാനിയേലൊക്കെ അവിടെ ചെന്നെയാണ്, മറ്റു രാജ്യത്ത് തന്നെയാണ്, രാജാവിന്റെ കൽപ്പനയാണ്. അപ്പൊ പിന്നെ അനുസരിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ പിന്നെ ഞങ്ങൾ അത് ഒരു രാജാവിന്റെ കൽപ്പനയൊക്കെ നിയമങ്ങൾ അനുസരിക്കണമെന്ന് നിയമം ഉള്ളതല്ലേ, അപ്പൊ ആ നിയമത്തിന് അങ്ങ് അധീനരായി ഞങ്ങൾ അങ്ങ് പെട്ടുകൊടുക്കാം എന്ന് വിചാരിച്ചിട്ട് അല്ല. ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ പറയാം ഈ റമദാൻ മാസം നോയമ്പിന്റെ കാലമാണ്. നമ്മൾ ഈ ഏലൊക്കെ ആയിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ അറിയാം എപ്പോഴും ഇഫ്താർ പാർട്ടി എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. വലിയ VIP കളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും ഈ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കമ്പനിയിലൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻ ആണ്, എല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളിലാണ്. ഇതെല്ലാം മിക്ക ദിവസവും ഇതെല്ലാവരും നടത്തുമ്പോൾ നമ്മളെ വിളിക്കും, നമ്മുടെ കമ്പനിക്കാരും വിളിക്കും. നമ്മുടെ മുതലാളിമാരൊക്കെ ഇത് നടത്താറുണ്ട്. നമ്മൾ അതൊക്കെ പണ്ട് കർത്തബുദ്ധികളായി അന്ധബുദ്ധികളായി നടന്നപ്പോൾ പോയി തിന്നു കുടിച്ച് ആഘോഷിക്കാറുണ്ട്. പക്ഷെ നമ്മൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ
ഒരിക്കലും ദേവദാസ് എന്നോട് പറഞ്ഞു തന്ന് അത് കഴിക്കാൻ പാടില്ലെന്ന്. കാരണം അവരുടെ ഒരു എന്താ പറയാ, ഒരു നേർച്ച പോലെ ചെയ്യുന്ന ഈ സംഭവങ്ങൾ, അല്ല അവരുടെ അല്ലെങ്കിൽ അവർ ചെയ്ത പാപങ്ങൾ, അല്ല ഒരു വർഷം ചെയ്തു കൂട്ടിയതല്ല, ഒരു മാസം അവര് ഇതുള്ള നല്ല കാര്യങ്ങൾ, പ്രവർത്തികൾ, ദാനധർമ്മങ്ങൾ, ഇതൊക്കെ കൊടുത്ത് അവര് നേർച്ച പോലെ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പം നമ്മള് പിന്നീട് പോയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാല്, പക്ഷെ ഞാൻ ചോദിക്കുന്നത്, അയ്യോ ഞങ്ങളുടെ കമ്പനി മുതലാളി നടത്തുന്ന, അപ്പൊ ഞാൻ അവിടുത്തെ മെയിൻ GM ആണ്, GM ചെല്ലാറുന്ന ബുദ്ധിമുട്ടാകത്തില്ല, മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളാകത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ പോയവരുടെ കൂടെ നിന്ന് കഴിക്കാം. ഇതെന്തായാലും ദൈവത്തിന് അറിയാമല്ലോ, നമ്മുടെ സിറ്റുവേഷൻ അറിയാമല്ലോ എന്ന് പറയുന്ന കണക്ക് ആയിട്ട് നമ്മൾ എക്സ്ക്യൂസ് പറയുന്നവരാകെയല്ല ചെയ്യേണ്ടതെന്ന് ദാനിയേലിന്റെ പുസ്തകം പഠിക്കുന്നത് മനസ്സിലായി. ഹാലലുയ. ചില ആൾക്കാർ പറയട്ടെ, ഈ ബന്ധുക്കളല്ലേ, സ്വന്തക്കാരില്ലേ, ചാർച്ചക്കാരില്ലേ, നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരുടെ കല്യാണത്തിനൊക്കെ കാര്യങ്ങളൊക്കെ പങ്കെടുത്തില്ലെങ്കിൽ അവരെന്ത് പറയും? അതൊക്കെ നമ്മളൊരു നാട്ടുനടപ്പല്ലേ, പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞ് അവരുടെ കൂടെ അവരുടെ ആലയത്തിലൊക്കെ ചെന്ന് കയറി നിന്ന്, അവരുടെ കല്യാണ മണ്ഡപത്തിലൊക്കെ പോയി നിന്ന് കല്യാണം കൂടിയിട്ട് എക്സ്ക്യൂസ് പറയുന്നവർക്ക് നമ്മുടെ ദാനിയേലിന്റെ പുസ്തകം വായിച്ചാൽ മനസ്സിലാകും, കൽപ്പന വന്നാലും നിയമം വന്നാലും എന്ത് വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ഒരുവൻ തീരുമാനിച്ച ദൈവം അവനോട് കൂടെ നിൽക്കുന്നു. ബാക്കിയുള്ള വായെല്ലാം ദൈവം അടപ്പിക്കും. സിംഹത്തിന്റെ വായ വരെ അടപ്പിച്ച ദൈവം നമുക്കെതിരെ സംസാരിക്കുന്ന വായ ദൈവം അടപ്പിച്ചോളൂ. ഹാലയിലൂയ. നമ്മൾ പക്ഷെ ഒരു തീരുമാനം എടുത്താൽ മതി, ഞാൻ ഇതൊന്നും ചെയ്ത് ദൈവത്തിന്റെ കൽപ്പനകളെ ദൈവത്തിന് ഞാൻ തന്നെത്താൻ അശുദ്ധനാക്കത്തില്ല എന്നൊരു തീരുമാനം മാത്രം നമ്മൾ വന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മുടെ കർത്താവ് ചെയ്ത്. 4:25 തുടങ്ങി 29 വരുന്നു വായിക്കാം സിസ്റ്റർ. ആകയാൽ ഉപേക്ഷിച്ച് ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പീൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനിയും കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കത്രേ വേണ്ടത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. പറയുന്നത് ആകയാൽ ഫോഷ്ക് ഉപേക്ഷിച്ച് ഓരോരുത്തരും തന്റെ കൂട്ടുകാരന് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. ഇവിടെ നമ്മുടെ വാക്കുകൾ നല്ലതായിരിക്കണം. അടുത്ത പറയുന്നത്, കോപിച്ചാൽ പാപം ചെയ്ത സൂര്യൻ അസ്തമിക്കുക, നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കില്ല, പിശാചിന് ഇടം കൊടുക്കരുത്. അടുത്ത കോപം, അതൊരു ഫീലിങ്സാ. അപ്പൊ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്. അടുത്ത് പറയുന്നത്, കള്ളനിനി കക്കാതെ മുട്ടുള്ള ദാനം ഉണ്ടായതിനെ കൈകൊണ്ട് നല്ല പ്രവർത്തി അധ്വാനിക്കരുത്. അപ്പൊ അടുത്തത് നമ്മുടെ പ്രവൃത്തി, വാക്ക്, വികാരം, പ്രവൃത്തി. അടുത്ത് പറയുന്നത്, കേൾക്കുന്നതിന് കൃപ ലഭിക്കേണ്ട ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ല ആകാത്ത ഒന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. അടുത്ത നമ്മുടെ സംസാരം. വാക്ക്, പ്രവൃത്തി, വാക്ക്, ഫീലിങ്സ് അല്ലെങ്കിൽ ഇമോഷൻസ്, പ്രവൃത്തി, നമ്മുടെ സംസാരം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻസ്. ഇതെല്ലാം എങ്ങനെ ആയിരിക്കണം എന്നറിയാ? നല്ലതായിരിക്കണം. ഫോഷ്ക്ക് എന്ന് വെച്ചാൽ അവരോട് സത്യം സംസാരിക്കണം. നമ്മള് കപടത സംസാരിക്കാൻ പാടില്ല. ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് പറയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് സത്യം സംസാരിക്കണം. അതുപോലെ കോപം വെച്ചുകൊണ്ടിരിക്കലെന്നാ പറഞ്ഞേക്കുന്നത്. കോപം വരും നമുക്ക്, നമ്മൾ തമ്മിൽ അവയവങ്ങളായതുകൊണ്ട് ചിലപ്പോ കോപിക്കും. എന്താ പറയാ, നാം അവയെ കോപിച്ചാൽ, അപ്പൊ കോപം വരുമത്തില്ല എന്ന് പറയുന്നില്ല. കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കാൻ സൂര്യൻ അസ്തമിക്കുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ കോപിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഹൃദയത്തിൽ എടുത്ത് വെച്ചുകൊണ്ട് ഫീലിങ്സ് അടിച്ച് പിടിച്ചുകൊണ്ട് ഇരിക്കല്ല, അതിനെ അപ്പൊ തന്നെ വിട്ട് കളഞ്ഞേക്കണം. ഹല്ലേലൂയ. അപ്പൊ അടുത്ത പറയുന്നത്, പിശാചിനെ കള്ളിനൊക്കെ മുട്ടെല്ലാം ദാനം ചെയ്യുണ്ടാകേണ്ടതിനെ കൈകൊണ്ട് നല്ല പ്രവർത്തി അധ്വാനിക്കരുത്. അപ്പൊ നല്ല പ്രവർത്തികൾ നമ്മൾ വെളിപ്പെടണം. ഹാലലൂയ. പറച്ചിൽ മാത്രമല്ല, പ്രവർത്തികൾ. അടുത്ത നമ്മുടെ സംസാരം. നമ്മുടെ വാക്കുകൾ
കൃപയോടുകൂടി ഉപ്പിനാൽ രുചി വന്നതുമായിരിക്കട്ടെ എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വാക്കുകൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ കൃപ ലഭിക്കേണ്ട ആത്മവർദ്ധനയ്ക്ക് നല്ല വാക്കല്ലാതെ മറ്റൊന്നും നമ്മുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ പലപ്പോഴും ഹല്ലേലൂയ നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഫീലിങ്സ് നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മനുഷ്യരാണ്, ചിലപ്പോൾ അറിയാണ്ട് വായിന്ന് ചിലപ്പം എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായിന്ന് വരും വാക്കുകൾ. ഹല്ലേലൂയ. അതിനെ മുറുകെ പിടിച്ച്, അല്ലെ അത് പറഞ്ഞു തീർക്കാതെ അതിനെ മുറുകെ പിടിച്ച് പിണങ്ങി മാറി ഇരിക്കരുത് എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിടയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും, ഒരു പിണക്കം വന്നാൽ പോലും അത് പരസ്പരം പറഞ്ഞു തീർക്കണമെന്ന പരിശുദ്ധാത്മാവ് നമ്മളെ പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതി പഠിപ്പിച്ചേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ തമ്മിൽ പറഞ്ഞിട്ട് തീരുന്നില്ലെങ്കിൽ ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് മധ്യസ്ഥം വരുത്തിയെങ്കിൽ അത് പറഞ്ഞു തീർക്കണമെന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അല്ലാതെ നമ്മൾ ഇതുപോലെ പിണങ്ങിയിരിക്കുമ്പോഴും നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യാതിരിക്കുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മളിരിക്കുന്ന ദൈവത്തിന് ആത്മാവ് ദുഃഖിക്കും. അടുത്ത ഒരു ഭാഗം കൂടെ വായിക്കും, 4:30 വായിച്ചു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. വായിച്ചു. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദോഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. നിങ്ങളുടെ ആദ്യം നമ്മൾ പറഞ്ഞത്, ആദ്യത്തെ നമ്മൾ പറഞ്ഞത് നമ്മൾ ജാതികളെ പോലെ നടക്കരുത്. രണ്ടാമത് പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ഇവിടെ പറഞ്ഞ 30-ാം വാക്യത്തിൽ പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനെ മുദ്രയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു. ഇവത്തെ ബുദ്ധികളായി നടക്കുന്ന, അന്ധബുദ്ധികളായി നടക്കുന്ന, മോഹത്തിലേക്ക് അങ്ങനെ പോകുന്ന, നമ്മുടെ വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, വിചാരം കൊണ്ട്, വികാരം കൊണ്ടൊക്കെ നമ്മൾ പാപം ചെയ്യുമ്പോൾ ആരാ ദുഃഖിക്കെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നു. ആ പരിശുദ്ധാത്മാവിനാണ് നമ്മളെ വീണ്ടെടുപ്പിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അപ്പൊ പരിശുദ്ധാത്മ ദുഃഖിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കത് നല്ലതായി മാറത്തില്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നമുക്ക് പരിശുദ്ധാത്മ നമ്മൾ വന്നപ്പോൾ നമുക്കറിയാം നീതിയെക്കുറിച്ച്, യോഹന്നാന്റെ സുവിശേഷം അങ്ങനെ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് പരിശുദ്ധാത്മാക്ക് ബോധം വരുത്തുക. പരിശുദ്ധാത്മ ബോധം വരുത്തുക പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച് മാത്രമല്ല ബോധം വരുത്തുന്നത്, ന്യായവിധിയെക്കുറിച്ച്. ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ട്, അവിടെ പോയി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്തതെല്ലാം വെളിപ്പെട്ട് വരും. ഒന്നും മറയത്ത് ചെയ്തതും ഇരുട്ടത്ത് ചെയ്തതും ആരും കാണാതെ ഇതെല്ലാം അവിടെ കാണാം. അപ്പൊ നമ്മൾ തല കുനിച്ച് നിൽക്കാൻ ഇടയാകാതെ വണ്ണം നിൽക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നീതിയിലും വിശുദ്ധിയിലും നടന്നാൽ മാത്രമേ നടക്കൂ. അപ്പൊ പരിശുദ്ധാത്മാവ് ദുഃഖിക്കാനായിട്ട് നമ്മൾ ഇടയാക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ടാവും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ക്രാപ്ചറിന്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പം ഓരോരുത്തർ ചെയ്ത കാര്യം ഇങ്ങനെ ഡിസ്പ്ലേ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് തീരുമാനിക്കും, ഇങ്ങോട്ട് പോട്ടെ അങ്ങോട്ട് പോട്ടെ എന്ന് തീരുമാനിക്കുന്നില്ല. ഞാൻ കണ്ടോ കർത്താവേ, നമ്മളൊക്കെ പറയുമെങ്കിൽ ആരും കാണാതെ കേൾക്കാതെ പറയുകയൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം ഇവിടെ എഴുതി കാണിക്കുന്ന ആലോചിച്ചാൽ ഞാൻ ഇപ്പൊ സാറാമ കാണാതെ കേൾക്കാതെ ഇവിടെ നമ്മുടെ ജോളി ആന്റിയോട് ഭയങ്കര കുറ്റം പറച്ചില്ല. എപ്പൊ കിട്ടിയാലും കുറ്റം പറയുന്നു വെച്ചു. സാറാമ കാണുമ്പോൾ ചിരിച്ച് കാണിക്കുന്നുണ്ട് ഹാലയൊക്കെയുണ്ട്. പക്ഷേങ്കില് സാറാമസ് ദിവസം വന്നു നിൽക്കുമ്പോൾ ഞാൻ ഈ ചെയ്തു വെച്ചതെല്ലാം വീട്ടിലൊരു വീഡിയോ നമ്മുടെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. ഈ ക്യാമറ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചത് അറിയാണ്ട് ഇതെല്ലാം പ്ലേ ആയി. ഹല്ലേലൂയ. പ്ലേ ആയപ്പം സാറാമസ് ഇതെല്ലാം കേൾക്കുമ്പോൾ എന്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ മുഖം ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ. ഹല്ലേലൂയ. ഇതാണ് സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മള് ഒരു ചെറിയ കാര്യം നമുക്ക് ഹല്ലേലൂയ നമ്മൾ രണ്ടുപേരുടെ മുമ്പിൽ വെച്ച് വെളിപ്പെട്ടാൽ പോലും ലജ്ജ തോന്നുന്നെങ്കിൽ അന്ന് സകലരുടെ മുമ്പിൽ ഇതെല്ലാം വെളിപ്പെട്ട് വരുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനെ നിങ്ങൾക്ക് വീണ്ടും അതുകൊണ്ട് എന്താണ്, എല്ലാ കയ്പും ക്രോധവും കോപവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകട്ടെ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന സകലം കുറച്ചൊക്കെ വെച്ചേക്ക്, ഇച്ചിരിയൊക്കെ മനസ്സിരുന്നോട്ടെ എന്നല്ല പറഞ്ഞ. ഈ ഫാന്റെ പ്രശ്നം ഇങ്ങനെ തിരിയുമ്പോ സാധനം തിരിഞ്ഞു പോകും. സകല ഇവിടെ പറയുന്നത് അവനറിയ എല്ലാ കയ്പും, ആരുടെങ്കിലും അല്പമെങ്കിലും കയ്പുണ്ടെങ്കിൽ ആ സകല കയ്പും
ഹാലേലിയ കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണങ്ങൾ നിങ്ങൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചു അന്യോന്യം ക്ഷമിപ്പിന്. അപ്പൊ നമ്മൾ തമ്മിൽ ഹാലേലിയ അവയവങ്ങളാണ്. കർത്താവ് യേശു ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നമുക്ക് പരസ്പരം ക്ഷമിച്ച് അവിടെ പറയുന്ന കർത്താവ് യേശു ക്രിസ്തു എന്റെ മനസ്സലിവുള്ളവരാണ് നമ്മൾ. അങ്ങനെ വരുമ്പോഴാണ് പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. നമ്മൾ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ ആ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിന്ന് 4-ാം അധ്യായത്തിന്റെ 31-32 നമ്മൾ വായിച്ചു. ഇപ്പം കോപവും ക്രോധവും എല്ലാം അപ്പൊ ലോകത്തിന്റെ സ്വാധീനം എല്ലാം നമ്മളെ വിട്ടുമാറണം. എഫെസ്യർ 5-ാം അധ്യായത്തിന്റെ 1 അടങ്ങിയിട്ട് 6 വരെ ഒന്ന് വായിക്കാമോ? ശരി, എടുക്കുവാണ്. സമയിച്ച് മുമ്പോട്ട് വരുന്നത് കുഴപ്പമില്ല. ആകയാൽ പ്രിയമക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക് ഇങ്ങനെ ചേർച്ചയല്ലാത്തവയൊന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധ്യായ ദ്രവ്യാഗ്രഹി ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. വ്യർത്ഥവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ആമേൻ, സ്തോത്രം. അപ്പം പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസന വഴിപാടിയായി അർപ്പിച്ചുള്ള സ്നേഹത്തിൽ നടപ്പിൽ. ഹാലേലൂയ. അപ്പൊ കർത്താവ് യേശു ക്രിസ്തു തന്നെത്താൻ അർപ്പിച്ച് യാഗമായി മാത്രമല്ല തീർന്നത്, ദൈവത്തിന് സൗരഭ്യവാസനയായി മാറി. ഹാലേലൂയ. സൗരഭ്യവാസന മണക്കുമ്പോഴാണ് ദൈവം ചില പ്രോമിസുകൾ, ചില ഡിക്ലറേഷൻസ് ഒക്കെ പുറപ്പെടുക. നമുക്കറിയാം നമ്മുടെ നോഹയുടെ കാലത്ത് പ്രളയമുണ്ടായ, പ്രളയം കഴിഞ്ഞ് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഈ നോഹ ഒരു യാഗം കഴിച്ച് ശുദ്ധിയുള്ള മൃഗങ്ങളൊക്കെ എടുത്ത്. അപ്പൊ യാഗത്തിന്റെ സൗരഭ്യവാസന ദൈവം ചെന്നപ്പോൾ ദൈവം പറയും, ഇനി ഭൂമിയുള്ള കാലത്തോളം ഇതിനെ നശിപ്പിച്ച് കളയത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞത് എന്താ? ആ നോഹ കഴിച്ച യാഗത്തിന്റെ സൗരഭ്യവാസന. അതുപോലെ കർത്താവ് യേശു ക്രിസ്തു യാഗമായിട്ട് ആ സൗരഭ്യവാസന, അതാണ് കർത്താവ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവിടെ തന്നെ പറയുന്നത് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസന വഴിപാട് യാഗം അർപ്പിച്ചതുപോലെ ആ സൗരഭ്യവാസന അങ്ങ് ചെന്നു കണ്ട ഇന്ന് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് അവിടെ പറഞ്ഞ സ്നേഹത്തിൽ അത് ചെയ്തതുപോലെ നമ്മൾ സ്നേഹത്തിൽ നടക്കണം. കൊരിന്ത്യലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ 13-ാം അധ്യായത്താണ് അവിടെ സ്നേഹത്തെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്നത്. സ്നേഹമുള്ളവർ എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ സ്നേഹത്തിൽ നമ്മൾ നടക്കണം. ഹാലേലൂയ. കർത്താവ് യേശു ക്രിസ്തു നടന്ന സ്നേഹത്തിൽ ചെയ്ത സ്നേഹം പോലെ അല്ല, നമ്മുടെ ഇഷ്ടത്തിനൊക്കെ സ്നേഹമല്ല. എനിക്ക് ഇത്രയൊക്കെ സ്നേഹിക്കാൻ അറിയത്തുള്ളൂ സിസ്റ്ററെ എന്നല്ല. നിനക്ക് ഇത്രയൊക്കെ അറിയുള്ളെങ്കിൽ നീ ക്രിസ്തുവിലായെങ്കിൽ നിന്റെ സ്നേഹത്തിന്റെ അളവൊക്കെ മാറണം. സ്നേഹത്തിന്റെ ഹാലേലൂയ ഡെഫിനിഷൻ ഒക്കെ ഒന്ന് മാറണം. ഹാലേലൂയ. അവിടുത്തെ പറയുന്നത് ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും പറയരുത്. അരുത്. അപ്പൊ ദുർനടപ്പ്. ഹാലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് പാപത്തിൽ അല്ലെങ്കിൽ ചിലത് വിട്ടോടാനാ പറഞ്ഞേക്കുന്നത്. ഫ്ലീഫ്ലം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നമ്മൾ വിട്ടോടണം. നമ്മൾ ജോസഫ് പോത്തിഫറിന്റെ ഭാര്യ വിട്ടോടിയതുപോലെ, വസ്ത്രം പോലും ഉപേക്ഷിച്ച് ഓടിപ്പോയതുപോലെ ചിലത് വിട്ടോടണം. ഹാലേലിയ. അതിന്റെ അടുത്തു നിന്ന് അതൊക്കെ എത്തി നോക്കാൻ പോലും ഇടയാകാതെ വിട്ടോടണം. അതിന്റെ സ്വാധീനം നമ്മളെ സ്പർശിക്കരുത്. ഹാലേലിയ. ഇവിടെ പറയുന്നത് ദുർനടപ്പ് യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും ഹല്ലേലൂയ നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. പേരിന് പോലും അത് പറയാൻ ഇടയാകരുത് എന്നാ പറഞ്ഞേക്കുന്നത്. ഹല്ലേലൂയ എന്ന് വെച്ചാൽ അതിന്റെ മണം പോലും പാടില്ല. ഹല്ലേലൂയ. അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം.
അപ്പൊ അങ്ങനെയാകുന്ന വിശുദ്ധന്മാർക്ക് ഉചിതം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞേ, വിശുദ്ധരും അശുദ്ധരും എന്താ തിരിച്ച, വിശുദ്ധിയും അശുദ്ധിയും നമ്മൾ തിരിച്ച്, നല്ലതും ചീത്തയല്ല. അപ്പൊ വിശുദ്ധന്മാർക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്ത ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. അല്ലെ, നമ്മുടെ വായില് നാവ് തന്നേക്കുന്നേ ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക് പറയാൻ വേണ്ടിയില്ല. ചില ദൈവദാസന്മാരുടെ പ്രസംഗം കേൾക്കാൻ നമുക്ക് ശരിക്കും പറയാം, എനിക്ക് സത്യം പറഞ്ഞ സങ്കടം തോന്നിപ്പോറുണ്ട് ചിലപ്പോഴും. കാരണം വെച്ചാൽ കുറെ ആവശ്യമില്ലാത്ത കോമഡിയും ഹാലേലിയ, കുറെ എന്താ പറയാ, എന്തൊക്കെയോ പറഞ്ഞ് മനുഷ്യരെ ചിരിപ്പിക്കുന്നത്. നമ്മുടെ ഒരു 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 കാപ്പിപ്പൊടി അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനുണ്ട്. എനിക്കാണെങ്കിൽ അങ്ങനെ കാണുമ്പോ പ്രാന്ത്. ആൾക്കാർക്കെല്ലാം അങ്ങനെ വലിയ കൊമേഡിയനാണ്. അങ്ങേരി പറയുന്ന എന്ത് വൃത്തികേടും പുള്ളി ഒരു തമാശ രൂപത്തിൽ പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം ഭയങ്കര ഇഷ്ടം അത് കേൾക്കാനായിട്ട്. കണ്ടിട്ടുണ്ടാരെങ്കിലും കോമഡി വീഡിയോക്കാട്ടി കൂടുതലാണ്. ഹാലലിയ, ഞാനൊക്കെ അതൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടേ. കാരണം വെച്ച് കഴിഞ്ഞാല് ഹാലലിയ, ആ പറയുന്ന വാക്കുകളില് സഭ്യതയില്ലായ്മ ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല, ദ്വയാർത്ഥം മനസ്സിലാകുന്നില്ലേ. ആൾക്കാർ എന്ത് കേട്ടാലും ചിരിക്കാനൊക്കെ. ചില ആൾക്കാർ പറയുന്നത് എന്ത് പറഞ്ഞാലും ഡബിൾ മീനിങ്ങിലാ പറയുന്നത്. ഹാലലൂയ. ഇത് തിരിച്ചറിയണം, ഇത് നല്ലതല്ല. നമ്മുടെ വായിൽ വരുന്ന ഡബിൾ മീനിങ് വരുന്ന ഒരു വാക്ക് പറയുന്ന പോലും നല്ലതല്ല. അതൊക്കെ ആയിരുന്നു എപ്പോഴാ, പണ്ടൊക്കെ നടന്ന് വ്യർത്ഥബുദ്ധികളെ പോലാണ് ഇപ്പൊ കേൾക്കാമായിരുന്നു, പറയാൻ വരുന്നത്. പക്ഷെ ഇന്ന് നമ്മളത് പറയാനും കേൾക്കാനും ഉള്ളവരല്ല. അങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിരിക്കാനുള്ളവരല്ല. ഹാലലൂയ. ഇവിടെ പറയുന്നത് പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്ത ഒന്നും അരുത്. സ്തോത്രം അത്രേ വേണ്ടുന്നത്. നമ്മുടെ വായിൽ എപ്പോഴും സ്തോത്രമാണ് വേണ്ടത്. അടുത്ത ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധി, ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്താ ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ? ഹല്ലേലൂയ. ദൈവരാജ്യത്തിലും സ്വർഗരാജ്യത്തിലും ഇവർക്ക് അവകാശമില്ല. ഹാലലിയ. കാരണം ഇവിടെ പൊട്ടച്ചൊല്ല്, കളി, ഇങ്ങനെ സ്തോത്രം. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ, ദ്രവ്യാഗ്രഹി, ഇത്ര ആൾക്കാരെ കൂട്ടേക്കുന്നത്. ദുർനടപ്പുകാരൻ, ഹാലലൂയ, അശുദ്ധൻ, വിഗ്രഹാരാധി, ദ്രവ്യാഗ്രഹി, ഇവരെ 3 പേർക്ക് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നല്ലോ. വ്യർത്ഥവാക്കുകൾ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നത്. അപ്പൊ വ്യർത്ഥവാക്ക്, വെറും വാക്കുകളൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആരും നമ്മളെ ചതിക്കരുത്. ഹാലലിയ. ഇന്ന് കേൾക്കുന്ന സുവിശേഷമാണെങ്കിലും ഹാലലിയ, മോഹിക്കാൻ പഠിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗിക്കുന്നത് കേട്ട് അത് നമ്മളെ ചതിക്കാൻ ഇടയാകരുത്. ഹാലലിയ. ലോകത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മോഹിപ്പിച്ച് പ്രലോഭിപ്പിച്ച് ഹാലലിയ, പലപ്പോഴും നമ്മളെ തെറ്റിച്ചു കളയാൻ ശ്രമിക്കുന്ന പല പ്രലോഭനങ്ങളിൽ നിന്ന് പ്രസംഗങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനെയൊക്കെ കേട്ട് അതൊക്കെ വ്യർത്ഥവാക്കുകളാണ്. അതൊന്നും കേട്ട് അതൊന്നും നിങ്ങളെ ചതിക്കാൻ ഇടയാകില്ല. ഹാലലൂയ. അത് എന്നിട്ട് ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവയിൽ വരുന്നത്. അപ്പൊ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരാനായിട്ട് ഇടയാകരുത്. 7, 8 ഒന്ന് വായിക്കാം സിസ്റ്റർ. നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കത്രേ വേണ്ടത്. സ്തോത്രം. ഹാലലിയ. ഇവിടെ പറയുന്നേ ഹാലലിയ, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. അപ്പൊ നേരത്തെ പറഞ്ഞ കൂട്ടരുടെ കൂട്ടാളികളാകരുത്. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ മുമ്പ് നമ്മള് ഇരുളായിരുന്നു, ഇരുട്ടിലാണ് നടന്നത്. ഇന്ന് നമ്മൾ ദൈവത്തിന്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദം എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളും. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇത് ദൈവത്തിന് പ്രസാദമാണോ എന്ന് പരിശോധിച്ചു നോക്കണം. എന്നിട്ട് അത് ചെയ്ത് വെളിച്ചത്തിൽ തന്നെ നടക്കണം. നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കൊന്ന് വെളിച്ചം മാറി ഇരുട്ട് നമ്മളിലേക്ക് വരാൻ ഇടയാകരുത്. അല്ലെങ്കിൽ നമ്മള് പിശാചിന് ഇടം കൊടുക്കുന്നവരായി മാറരുത്. അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നവരായി മാറരുത്. നമ്മൾ വെളിച്ചത്തിൽ തന്നെ ആയിരിക്കണം. അവിടെ പറയുന്നത് വെളിച്ചം നടന്നുകൊള്ളും. സകല സൽഗുണവും നീതിയും സത്യമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ വെളിച്ചത്തിന്റെ ഫലം, ഫ്രൂട്ട് എന്താന്ന് വെച്ചാൽ സകല സൽഗുണവും. നേരത്തെ പറഞ്ഞ് സകല അശുദ്ധിയും. ഇരുട്ടിന്റെ ഫലം സകല അശുദ്ധിയുമാണെങ്കിൽ വെളിച്ചത്തിന്റെ ഫലം സകല സൽഗുണവും. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ.
അപ്പൊ അവിടെ ഫോഷ്ക്ക്, അനീതി, ഹാലേലുയ, ദുർനടപ്പ്, ഇതൊക്കെ പറയുമ്പോൾ ഇവിടെ പറയുന്നത് സകല സൽഗുണവും, ഹാലേലുയ, നീതി, സത്യമല്ല, വെളിച്ചത്തിന്റെ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തി കൂട്ടാളിലാകരുത്, അവയെ ശാസിക്കുക അത്രേ വേണ്ടുന്നത്. അപ്പൊ നമ്മൾ ഇരുട്ടിന്റെ നിഷ്ഫല പ്രവൃത്തികൾക്ക് കൂട്ടാളികളാകാതെ അതിനെ ശാസിച്ച്, ഹാലേലുയ, ആമേൻ. അപ്പൊ നമ്മളെ ഹാലേ സകലവും ശോധന ചെയ്ത് നോക്കണം. വെളിച്ചത്തിൽ നടക്കുന്നിട്ട് ദൈവത്തിന്റെ പർപ്പസ്, ഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണം. ഹാലേലുയ, ദൈവം നമ്മൾ എന്തിനെ വിളിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നടക്കണം. അങ്ങനെ ഹാലേലുയ നമ്മൾ നല്ലത് എന്താ പറയാ, ഹാലേലുയ, ഇത് ചീത്തത്തരങ്ങളെല്ലാം വിട്ടോടി പരിശുദ്ധാത്മാനെ വേദനിപ്പിക്കാതെ, ഹാലേലിയ, ജാതികളെ പോലെ നടക്കാതെ, വ്യർത്ഥബുദ്ധികളായി നടക്കാതെ, അന്ധബുദ്ധികളായി നടക്കാതെ ഒക്കെ നടക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, ഹാലേലി 5-1 വാക്യാകൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. അപ്പൊ നമ്മൾ മക്കളും പ്രിയ മക്കളുമുണ്ട്. പ്രിയ മക്കൾ എങ്ങനെയാന്ന് വെച്ചാൽ ദൈവത്തെ അനുകരിക്കുന്നവരാ. കാരണം ദൈവം എങ്ങനെയായിരുന്നു, ക്രിസ്തു എങ്ങനെ നടന്നുവോ, ഹാലേലിയ, അപ്പോസ്തലന്മാർ നമുക്ക് എന്ത് മാതൃക കാണിച്ചു തന്നു, വചനം എന്ത് പറയുന്നു, അതുപോലെ തന്നെ നമ്മൾ നടക്കും. അപ്പൊ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിക്കണമെങ്കിൽ ഹാലേലിയ എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇന്ന് നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളിൽ നിന്ന് പഠിച്ചത്. അതുകൊണ്ട് നമ്മൾ ഇനി പഴയതുപോലെ ഇരുട്ടിന്റെ ഹാലേലിയ നടക്കാതെ നിങ്ങൾ വെളിച്ചത്തിൽ തന്നെ സത്യത്തിലും നീതിയിലും ദൈവത്തിന്റെ അനുരൂപമായി നടക്കുവാൻ തക്കവണ്ണം വചനത്തെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.